ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മെച്യൂരിറ്റി എന്നുള്ള ഒരു കോട്ട് വായിച്ചു ഞാൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം? തോട്ടം നമ്മൾ വായിക്കല്ല, അതുകൊണ്ട് തന്നെ ഹാപ്പിനെസിനെ പറ്റി നമുക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ചെങ്ങായിനോട് നമുക്ക് തീരെ താല്പര്യമില്ല. ഒരു ഉപകാരമില്ലാതെ അവന്റെ മുകളിൽ നീണ്ടോനാണ് പിന്നെ അളക്കേണ്ടത് നീളത്തിലല്ല ആഴത്തിലാണ്. അളവിന് എത്ര ഓൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓൻ ആള് ഡേഞ്ചർ എന്ന് വെച്ചാൽ ഡേഞ്ചറാ. മണി നമ്മൾ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മളെ കൂടെ ഉണ്ടാവും. എന്താ ഹാപ്പിനെസ്? വെറുതെ ആട്ടി നടക്കാന്നല്ലാണ്ട് അതിനെ കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? തൈവന് എനിക്ക് എന്തായത് എന്തോ ഒരു കുരുവോ ചൊറിയോ, രണ്ട് കുരു ഉണ്ടായിട്ട് എന്റെ പെണ്ണുങ്ങൾ വരെ തെറ്റിപ്പോയത്. റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരും. പോയി കഴിഞ്ഞ് വേഗം തിരിച്ചു തന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്തോ ചൂടുള്ള കണ്ട് കഴിയുമ്പോ തിരിച്ചു തന്നു. പക്ഷെ ഇതുകൊണ്ട് എന്താണ് ഉപകാരം എന്നാണ് നമുക്ക് മനസ്സിലാത്തത്. വെറുതെ തൂങ്ങിക്കിടന്ന് ആടാന്നല്ലാണ്ട് ഒരാൾക്ക് കൊടുത്തിട്ടും വേണ്ട, ഒരാളും എടുക്കുകയില്ല. സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അതെ, ഇത് പൈസ കൊടുത്താലും ആരും വാങ്ങുന്നില്ല, ആരും വിറ്റതായിട്ടും ഇതിനെ ചരിത്രമില്ല. ഇനി ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മളെടുത്ത് 5-6 കൊടുക്കാണ്ട്, ആരിന്റെ മുട്ടായിട്ട് ഒക്കെ കൊടുക്കൂലേ, അങ്ങനെയാണ് 5-8 നമ്മളെടുത്ത് കൊടുക്കാണ്ട്. ഇന്റമ്മോ ഇതിനൊരു ചൊറി വരാണ്ട്. ഒരു മനുഷ്യന്മാരോടും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ എന്താ ചെയ്യാ? പെട്ടെന്ന് പോയി ഡോക്ടറെ കാണിക്കും. ഞമ്മക്ക് അതിന് പറ്റൂലെന്ന് ഒരു ആളോട് പറയാൻ പറ്റണ്ടേ? നമ്മൾ ആരോടും പറയാണ്ട് ഇങ്ങനെ അതങ്ങ് മറച്ചു വെക്കല പതിവ്. അതെ, ചൊറിയുമ്പോ ഒരു സുഖം വരാണ്ട്. ഭയങ്കര ഒരു സുഖം നമുക്ക് ചൊറിയുമ്പോ കിട്ടോ. അത് വേദന മാത്രല്ലേ തരുന്നുള്ളൂ. അത് മാത്രമല്ല, സുഖം എന്ന് വെച്ചാൽ ചൊറിയുമ്പോ ഉള്ള സുഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇതെവിടെങ്കിലും തട്ടിപ്പോയാലുള്ള ഒരു വേദന. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ മനസ്സിലാക്കി ഞങ്ങളെ കൂടെ നിന്നല്ലോ. വെറുതെ ആടി നടക്കുക എന്നല്ലാണ്ട് ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാക്കുക. അത് പേഴ്സണൽ ഐഡന്റിറ്റിന്റെ ഒരു ഭാഗമാണ്. ലൈക്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് ജെനറ്റിക്കൽ, ഹോർമോണൽ ആൻഡ് ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ്. എന്താ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കണക്റ്റഡ് വിത്ത് ബ്രെയിൻ ഓൺലി, അല്ലാതെ ജെനിറ്റൽ ഏരിയയുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവും ഇല്ല. അതാണ് മെന്റലി എന്തോ ഒരു വിഷയവും അവിടെ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് തലച്ചോറ് അതിന്റെ ഉള്ളിൽ ഉണ്ടോന്നൊരു സംശയമുണ്ട്. കാരണം അല്ലാണ്ട് ഭയങ്കര സുഖം ഇതിനെ കൊണ്ട്, ആ ഒരു ഗുണം അല്ലാണ്ട് ഇതിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ വലിയ മനസ്സുള്ള ഒരാൾ ഈ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ കൂടെ നിൽക്കാൻ. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടി? ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പലരുമായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമ്മൾ ഇനി ആ സൈഡിലേക്ക് പോയി എല്ലാവരോടും പറയും, ഞാൻ ഈ സൈഡിലേക്ക് പോയി എല്ലാവരോടും പറയും. ഇനി എല്ലാവരും ഈ സുഖം അനുഭവിക്കണം.